ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനിപ്പം ഒരു യുദ്ധക്കളമായിട്ട് മാറും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്താണെങ്കിലും ഫിഷിന് ഫുഡൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കിച്ചണിൽ കയറി ഒരു കോഫിയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഒരു കോഫി കുടിക്കാതെ ഒരു ദിവസം തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഇതിനും ഓരോ കോഫി കൊടുക്കാറുണ്ട്. അങ്ങനെ ഇന്നത്തെ അംഗത്തിന് തുടക്കം കുറിക്കാൻ കേട്ടോ. ഇന്നത്തെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഇന്നതാ ചിക്കനും നമുക്ക് അടിപൊളി കപ്പയും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മളിതാ സൺഡേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനായിട്ട് തലേ ദിവസം തന്നെ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മളിതാ കപ്പയ്ക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും കപ്പ ഉച്ചക്കത്തേക്ക് റെഡിയാക്കുള്ളൂ. കാരണം വേറൊന്നുമല്ല, കപ്പ നമ്മൾ ഇപ്പോഴേ റെഡിയാക്കി വെച്ചാൽ ഫ്രീസറിൽ നിന്ന് എടുത്ത അവസ്ഥയാവും കേട്ടോ. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം എന്താ ബ്രിഗേഡിൽ പോയപ്പോഴത്തേക്ക് നല്ല കുറച്ച് കാന്താരിമുളക് കിട്ടി. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കപ്പയാക്കാമെന്ന് വിചാരിച്ചത്. എന്താണെങ്കിലും ആദ്യം നമുക്ക് ചിക്കൻ കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. എന്താണെങ്കിലും നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചെടുത്തു. ഇന്ന് കുറച്ച് പഴമയൊക്കെ ആകാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചട്ടിയിലാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത്. എല്ലാവരും പറയാറുണ്ടല്ലോ ഈ ചട്ടി വെച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ്. എങ്കിൽ പിന്നെ അത് അറിഞ്ഞിട്ടേ ഉള്ളല്ലോ കാര്യം. എന്താണെങ്കിലും നമ്മൾ ഓയിലൊക്കെ വെച്ച് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് അതിലേക്ക് കുറച്ച് ഒണിയനും ഇട്ട് തക്കാളി ഇട്ട് അതിലേക്ക് നമ്മളുടെ വറുത്തരച്ച തേങ്ങയും കൂടെ ചേർത്ത് വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയായി കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു ചിക്കൻ കറി രാവിലെ എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഈ ഒരു ചിക്കൻ കറി കൊണ്ട് ഇന്ന് ദിവസം മുഴുവൻ ഞാൻ ഓടിക്കും. കാരണം രാവിലെ ദോശയ്ക്കും ഉച്ചയ്ക്ക് കപ്പയ്ക്കും ചോറിനും പിന്നെ വേണമെങ്കിൽ വൈകുന്നേരം ചപ്പാത്തിക്ക് നമ്മൾ ഇത് തന്നെ ഓടിക്കും കേട്ടോ. എന്താണെങ്കിലും സൺഡേ നമുക്ക് രാവിലെ പരിപാടിയൊക്കെ തീർത്തൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരം കുറച്ചധികം പരിപാടികളുണ്ട്. എന്താണെങ്കിലും നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറി ലീഫും കൂടി ഇട്ട് കൊടുത്താൽ നല്ല മണവും വരും. എന്താണെങ്കിലും അടച്ച് വെച്ച് നല്ല രീതിയിൽ അങ്ങ് വേവിച്ചെടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് വറുത്തരച്ച ചിക്കൻ കറി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പം ഇത് കഴിച്ച് ഇതിൻ്റെ ഒരു ഫാനായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ഇതിൻ്റെ ടേസ്റ്റ് ഞാനങ്ങ് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉണ്ടാക്കിയാലും ഞാനാണല്ലോ. എന്താണെങ്കിലും അത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് തീയലിൻ്റെ ഒരു അവസ്ഥയിലാണ്. എന്താണെങ്കിലും എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശയും ചിക്കൻ കറിയും കൂടെ ഇതിന് കൊടുക്കാം. കാരണം എനിക്ക് ദോശ വേണ്ട. കാരണം ദോശ കഴിച്ചാൽ മടുപ്പില്ല. അമ്മ ദോശമാവ് വെച്ച് ഒരുപാട് ദിവസങ്ങൾ ഓടിക്കുന്ന കാണുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുമായിരുന്നെങ്കിലും ഇപ്പം അമ്മയെ സ്മരിച്ചു പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുക്കിങ്ങിലേക്ക് കടന്നപ്പോഴത്തേക്കും ഇതാണ് എളുപ്പമാർഗ്ഗമെന്ന് നമുക്ക് മനസ്സിലായി. എന്താണെങ്കിലും എനിക്ക് കുറച്ച് ഗാർലിക് ബ്രെഡ് ഉണ്ടായിരുന്നു. അതായിരുന്നു കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ലഞ്ചിനുള്ള സമയമായി. അങ്ങനെ ഇന്ന് ചോറെടുത്തില്ല, കപ്പയും ചിക്കൻ കറിയാണ് കേട്ടോ കഴിച്ചത്. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള പല സാധനങ്ങളും പിന്നീട് ഇഷ്ടമല്ലാതാവും. എന്നാൽ ഇഷ്ടമില്ലാത്ത പല സാധനങ്ങളും നമ്മൾ ഭയങ്കര ഫാനായി മാറുമെന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റാണെന്നോ. പ്രഗ്നൻസിക്ക് മുമ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ ഒരു കപ്പ. പക്ഷേ ഈ ഒരു മുതൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഫാനായി മാറിയത്. ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ സൺഡേ ഔട്ടിങ്ങിന് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇതെന്താ കാറിൻ്റെ വീല് എഴുതുന്ന തിരക്കിലാണെങ്കിൽ ഞാനാണെങ്കിൽ വീലിലെ കല്ല് കുത്തി കളയുന്നതിൻ്റെ തിരക്കിലാണ്.